മക്കളെ, നമ്മൾ ബയാ ഹമാരി ചിടിയ റാണി എന്ന മഹാദേവി വർമ്മയുടെ കവിത പഠിച്ചു കഴിഞ്ഞതാണ്. അതിലെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് തന്നെയാണ്. ഇനി നമുക്കതിലെ പരീക്ഷാ ചോദ്യങ്ങൾ നോക്കാം. ബയാ ഹമാരി ചിടിയ റാണി എന്ന മഹാദേവി വർമ്മയുടെ കവിതയിലെ പരീക്ഷാ ചോദ്യങ്ങൾ, എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്ര में कौन कौन है? ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ലഡ്ക, ലഡ്കി, പിന്നെയോ ചിടിയ അല്ലെ? ആരൊക്കെയാണുള്ളത്? ലഡ്ക, ലഡ്കി और ചിടിയ. വേ കഹാം ഗഡേ ഹെ? അവർ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് അവർ നിൽക്കുന്നത്? ഇതൊരു പേടാണ് അല്ലേ? പേട് കെ നീച്ചെ, മരത്തിന് താഴെ. നീച്ചെ, താഴെ. മരത്തിന് താഴെയാണ് ആ കുട്ടികൾ നിൽക്കുന്നത്. വേ കഹാം ഗഡേഹെ? അവർ എവിടെയാണ് നിൽക്കുന്നത്? പേട് കെ നീച്ചെ, മരത്തിന് താഴെ. വേ കിസ്കോ ദേഖ് രഹേ ഹെ? അവർ ആരെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ആരെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ബയാ ചിടിയ അല്ലെ? ആരെയാണ്? ബയാ ചിടിയ. ബയാ ചിടിയയാണ്. അത് തൂക്കനാംകുരുവി എന്ന ഒരു പക്ഷിയുണ്ട്, തൂക്കനാംകുരുവി. ആ പക്ഷിയെയാണ് അവര് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കവിത കാ രചനാകാർ കോൻ ഹെ? ഈ കവിത എഴുതിയത് ആരാണ്? ആരാണ്? മഹാദേവി വർമ്മ. ആരാണ് കവിത എഴുതിയത്? മഹാദേവി വർമ്മ. കവിത കാ രചനാകാർ മഹാദേവി വർമ്മ. യഹാം ചിടിയ റാണി കോൻ ഹെ? ഇവിടെ ചിടിയ റാണി, ചിടിയ റാണി എന്ന് പറയുന്നത് ആരെയാണ്? ബയ. ബയ എന്ന പക്ഷിയെയാണ് ഇവിടെ ചിടിയ റാണിയായിട്ട് ഈ കവിതയിൽ പറയുന്നത്. ബയ അല്ലെ? ബയാ ഹമാരി ചിടിയ റാണി എന്ന് പറയുന്നുണ്ട്. ബയ, ബയ പറഞ്ഞാൽ തൂക്കനാംകുരുവി. ബയ തിൻകെ സെ ക്യാ ബൻതി ഹെ? ബയ പുൽക്കൊടി കൊണ്ട് എന്താണ് നിർമ്മിക്കുന്നത്? ഗോസലെ. ഗോസലെ പറഞ്ഞാല് കിളിക്കൂട്. ഗോസലെ, കിളിക്കൂട്. ബയ തിൻകെ സെ ക്യാ ബൻതി ഹെ? ഗോസലെ. ബയ പുൽക്കൊടികൾ കൊണ്ട് എന്താണ് നിർമ്മിക്കുന്നത്? ഗോസലെ, കിളിക്കൂടാണ് നിർമ്മിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബയ ഗോസലെ കോ കഹാ ലഡ്കാത്തി ഹെ? ബയ കിളിക്കൂടിനെ എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? നമ്മുടെ പിക്ചറിൽ കാണാം അല്ലെ? തൂക്കിയിട്ടത് എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? മരത്തിന്റെ കൊമ്പിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ആൻസർ നമുക്ക് നോക്കാം. ഊഞ്ചി ഡാലോം പർ, ഉയർന്ന മരച്ചില്ലയിൽ. എവിടെയാണ്? ഉയർന്ന മരച്ചില്ലയിലാണ് കിളിക്കൂട് തൂക്കിയിട്ടിരിക്കുന്നത്. ഊഞ്ചി ഡാലോം പർ. ഗോസലെ കഹാ ലഡ്കാത്തി ഹെ? ലഡ്കാന പറഞ്ഞാൽ തൂക്കിയിടുക. എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഊഞ്ചി ഡാലോം പർ. ബയ ദാന കഹാം സെ ലാത്തി ഹെ? ബയ ധാന്യം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഗേത്തോം സെ. എവിടെ നിന്നാണ്? ഗേത്തോം സെ, വയലുകളിൽ നിന്ന്. ബയ ദാന കഹാം സെ ലാത്തി ഹെ? ഗേത്തോം സെ, വയലുകളിൽ നിന്നാണ് ബയ ധാന്യങ്ങൾ കൊണ്ടുവരുന്നത്. മക്കളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. വായില് നാവിന് ചെറിയൊരു കുരു, ഒരു ചെറിയ കുരു ഉണ്ടായതുകൊണ്ട് സംസാരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് അതാണ് വീണ്ടും വീണ്ടും പറയണത്. ഇനി അടുത്ത് നോക്കാം. ബയ പാനി കഹാം സെ ലാത്തി ഹെ? ബയ പാനി, പാനി വെള്ളം. ബയ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? കഹാം സെ ലാത്തി ഹെ? ബയ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? നദിയോം സെ. ഇവിടെ നിന്നാണ്? നദിയോം സെ, നദികളിൽ നിന്ന്.
ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ആൻസർ കണ്ടെത്താനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കുമല്ലോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഉത്തരം എഴുതേണ്ടതായ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഭയ പാനി കഹാം സെ ലാത്തി ഹെ. ഭയ വെള്ളം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? നദിയോം സെ, നദികളിൽ നിന്ന്. കവിതാമേ മഹൽ ശബ്ദ കാ മത്ലബ് ക്യാ ഹെ. കവിതയില് മഹൽ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? മഹൽ എന്ന ശബ്ദത്തിന്റെ അർത്ഥം, ശബ്ദ് എന്നത് മക്കളെ ഇങ്ങനെ ബ ഫുള്ളായിട്ട് എഴുതൂല കേട്ടോ. ബ എന്നതാ ഇങ്ങനെ ഒരു പൂജ്യം ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രം അങ്ങനെ വരയ്ക്കൂലേ, ബ അങ്ങനെ മാത്രമേ എഴുതുള്ളൂ കേട്ടോ. അത് കുറച്ച് പുറത്തേക്ക് പോന്നുപോയി. ബ എന്ന് എഴുതേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ശബ്ദ് എന്നതിന്റെ ബ മുഴുവനായിട്ട് എഴുതുന്നതല്ല, അത് ബ എന്നതിന്റെ പകുതി മാത്രമേ എഴുതുകയുള്ളൂ. ശബ്ദ് എന്ന് പറയുമ്പോൾ ഷാന്ന് എഴുതും, പിന്നെ അങ്ങനെ വട്ടത്തില് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വര കൊടുക്കും, ശബ്ദ് അങ്ങനെ, എന്നിട്ട് പിന്നെ ദാന്ന് എഴുതും കേട്ടോ. ശബ്ദ് എന്നതിന് കവിതാമേ മഹൽ ശബ്ദ കാ മത്ലബ് ക്യാ ഹെ. കവിതയിൽ മഹൽ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മഹൽ എന്ന ശബ്ദത്തിന്റെ അർത്ഥം? ഗോസല, കിളിക്കൂടിനെയാണ് ഇവിടെ മഹൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരമായിട്ട്, മഹൽ എന്നാൽ കൊട്ടാരം, കൊട്ടാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗോസല. ഗോസല എന്താണ്? കിളിക്കൂട്. കിളിക്കൂടിനെയാണ് മഹൽ എന്ന് കവയത്രി പറഞ്ഞിരിക്കുന്നത്. യഹാം പാനിക്ക് വിശേഷതായ ക്യാ ക്യാ ഹെ. നമ്മളുടെ ഈ കവിതയില് പാനി, വെള്ളത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ വെച്ചിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? മീഠ മീഠ, പിന്നെന്താണ്? ടണ്ട. മീഠ മീഠ എന്നും ടണ്ട എന്നും ഈ കവിതയില് പാനി വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കവിതയിൽ കാണാൻ പറ്റും. കവിതയിൽ മീഠ മീഠ ടണ്ട പാനി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കവിതയിലെ വരികളിൽ. കണ്ടോ? എന്താണ്? ഇതാണ് ആ വരികൾ. മീഠ മീഠ ടണ്ട പാനി. അടുത്ത നോക്കാം. അപ്പൊ യഹാ പാനിക്ക് വിശേഷതായ ക്യാ ക്യാ ഹെ. വെള്ളത്തിന്റെ വിശേഷത എന്താണ്? മീഠ മീഠ ടണ്ട. ഓക്കെ, ഇനി അടുത്തത് മിലാൻ കരയാണ്. നിങ്ങൾക്ക് മിലാൻ കരയെ പറഞ്ഞിട്ട് തരും. എന്താണ് പറയുക? ചേർത്തത്, ചേരുംപടി ചേർക്കുക പറയില്ലേ, മാച്ച് ദ ഫോളോവിങ്, അതാണ് കേട്ടോ. ബയ ഗാന പാനി ഗുദ് ലാത്തി ഹെ. ബയ ഗാന പാനി ഗുദ് ലാത്തി ഹെ. തുക്നാംകുരുവി അതിനുള്ള ഭക്ഷണമൊക്കെ, അതുപോലെ തന്നെ വെള്ളം, ഭക്ഷണവും വെള്ളവും ഒക്കെ അത് സ്വയം കൊണ്ടുവരുന്നു. എന്താണത്? അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് അവിടെ പറയണത്. ചാര പാനി തലാശിനേക്ക പ്രാണിയോക്ക അപ്പന തൗർ തരീക്ക ഹെ. വെള്ളവും ഭക്ഷണവും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തുക, അന്വേഷിച്ച് കൊണ്ടുവരിക എന്നത് ജീവികളുടെ രീതിയാണ്. അവരുടെ കാര്യങ്ങൾ അവർ സ്വന്തം ചെയ്യും അല്ലേ. ആ വെള്ളവും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണമൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരും. ഗുഡലിനെ ലാൽ കീടെ കോ പാനി സെ ബചായ. ഗുഡലി ലാൽ കീട്, ചുവന്ന കീടത്തിനെ ഗുഡലി വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലേ. അതെന്താണ് അർത്ഥമാക്കുന്നത്? ഗത്രേമേ മദത് കരേം, ആപത്തിൽ സഹായിക്കുക. മറ്റുള്ളവരെന്ത് ചെയ്യുക? മറ്റുള്ള ജീവികളെയൊക്കെ ആപത്തിൽ എന്ത് ചെയ്യണം? സഹായിക്കണം എന്നാണ് പറയുന്നത്. അതിലൂടെ മനസ്സിലാക്കിപ്പിക്കുന്ന കാര്യം എന്നത് ആപത്തിൽ സഹായിക്കുക എന്നതാണ്. ഗുഡലി ആ ചുവന്ന കീടത്തിനെ രക്ഷപ്പെടുത്തി വെള്ളത്തിൽ നിന്നും.
അതിലെന്താ അർത്ഥമാക്കുന്നത്? ഗത്തരേമേ മദത് കരേ, ആപത്തിൽ സഹായിക്കൂ, ആപത്തിൽ മറ്റുള്ളവരെ സഹായിക്കൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. मादा बया नन्ही बयाओं की निगरानी कर लेगी. അമ്മ ചിടിയ, അമ്മ തൂക്കനാംകുരുവി, ബയാറാണി, നന്നി ബയ കുഞ്ഞ് ബയകളെ, കുഞ്ഞ് തൂക്കനാംകുരുവികളെ, നിഗരാനി കർലേഗി അവർ തന്നെ നോക്കും, പരിപാലിക്കും. പ്രാണി അപ്പനെ ബച്ചോങ്കി നിഗരാനി ഗുദ് കർ സക്തി ഹെ. എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? പ്രാണികൾ, ജീവികൾ സ്വന്തം കുട്ടികളുടെ കാര്യമൊക്കെ, അവരുടെ നോക്കേണ്ട കാര്യമൊക്കെ അവർ തന്നെ സ്വയം ചെയ്യും. കിളികളും പ്രാണികളും ഏത് ജീവികളായാലും അവരുടെ കുഞ്ഞുങ്ങളെ നോക്കേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും. पर निगलने पर बया उड़ जाएगी. पर എന്ന് പറഞ്ഞാൽ പങ്ക്, ചിറക്. पर പറഞ്ഞാൽ എന്താണ്? എക്സാമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും. पर എന്നതിനെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് തരും. പങ്ക് പറഞ്ഞാലാണ് ചിറക്, പങ്ക്. पर പങ്ക്. पर निगलने पर बया उड़ जाएगी. ചിറക് മുളച്ചു കഴിഞ്ഞാൽ, ചിറക് പറക്കാനായി കഴിഞ്ഞാൽ എന്നാണ് ഉദ്ദേശിച്ചത്. ബയ ഉഡ് ജായേഗി. പക്ഷികളൊക്കെ എന്ത് ചെയ്യും? പറന്നു പോകും, സ്വതന്ത്രരായിട്ട് പറന്നു പോകും അല്ലെ. പറ എന്നത് ഇവിടെ തന്നിട്ടുണ്ട്, പങ്ക്. കണ്ടോ? പങ്ക് നികൽനെ पर उड़ जाना चिड़ियों की सहज वृत्ति है. അതായത് ചിറക് മുളച്ച് കഴിഞ്ഞാൽ പറന്നു പോവുക എന്ന്, സ്വതന്ത്രരായിട്ട് പറന്നു പോവുക എന്നത് പക്ഷികളുടെ ഒരു അവരുടെ ജീവിതത്തിലുള്ള കാര്യം തന്നെയാണത് അല്ലേ. പക്ഷികള് പറന്ന് പോകും, അമ്മ കിളിയിൽ നിന്നും അവർ പറന്നു പോകും. അത് ഒരു പക്ഷികളുടെ ജീവിതത്തിലുള്ള കാര്യം തന്നെയാണത്. ബയാ കെ ലിയെ ഹൗജ് മേ പാനി ഭർ ദേംഗെ. ബയാ കെ ലിയെ ഹൗജ് മേ പാനി ഭർ ദേംഗെ. ആ ബയാ ചെടിക്ക് വേണ്ടിയിട്ട് വലിയ പാത്രത്തിൽ, ഹൗജ് പറഞ്ഞ വലിയ പാത്രം, ടാങ്ക്, വലിയ പാത്രത്തില് പാനി ഭർദേങ്കി വെള്ളം നിറച്ചു വെക്കും എന്ന് കുട്ടികൾ പറയുന്നുണ്ടല്ലോ. കുട്ടികൾ പറയുന്നു, ബയാ ചിടിയയോട് പറയുന്നു, ഇവിടെ നിന്ന് നീ എങ്ങോട്ടും പോവരുത്, നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരും, നിനക്ക് വേണ്ട വെള്ളം വലിയ പാത്രങ്ങളിൽ നിറച്ചു വെക്കും, നിനക്ക് വേണ്ട ധാന്യങ്ങൾ മുറ്റം നിറയെ ഞങ്ങൾ നിറച്ചു വെക്കും എന്നൊക്കെ കുട്ടികൾ ബയാ റാണിയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചു വെക്കും. ബയാ കെ ലിയെ ഹൗജ് മേ പാനി ഭർ ദേംഗെ. സൂക്കേ മേ പാനി ദേ. വരൾച്ചയിൽ എന്ത് ചെയ്യാ? സൂക്കേ പറഞ്ഞ വരൾച്ച, വരൾച്ചയിൽ വെള്ളം നൽകണം. വേനൽക്കാലമാവുന്ന സമയത്ത്, വരൾച്ച വരുന്ന സമയത്ത് പക്ഷികൾക്കും ജീവികൾക്കൊക്കെ വെള്ളം നൽകുക എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് നേരത്തെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ പഠിക്കുക. അതിൽ നിങ്ങൾക്ക് കവിതേൻ്റെ ആശയം തന്നിട്ടുണ്ടാവും. ആ കവിതേൻ്റെ ആശയമൊക്കെ ശരിക്കും പഠിച്ചു വെക്കുക. ഓക്കെ.